നിങ്ങൾ ഈ കാക്കത്തരണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം, ഇതേതായാലും തെരണ്ടിയാണെന്ന് മനസ്സിലായി. ഇതിന്റെ ചെറിയ തെരണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കണ്ടിച്ച് കറി വെച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇത്രയും വലിയ തെരണ്ടി അങ്ങനെ മേടിച്ചിട്ടില്ല. ഇത് മൊത്തത്തിലൊന്ന് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഒരു പീസേ മേടിച്ചോളൂ. മൊത്തത്തിലൊക്കെ മേടിക്കണമെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കണം. പിന്നെ അല്ലാതെ വേറെ മീനും ഉണ്ടായിരുന്നു കേട്ടോ. കാക്കത്തരണ്ടീനെ ഒരു പീസായിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും പിന്നെ ഇത് പീസാക്കിയെങ്കിലല്ലേ നമുക്ക് കറിയാക്കാൻ പറ്റത്തുള്ളൂ. മുള്ളൊക്കെ ഇച്ചിരി മൂത്ത മുള്ളായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് പീസാക്കി കണ്ടിക്കാൻ ഇച്ചിരി പാട് വെട്ട്. മീൻ വെട്ടാലിരുന്നാൽ പിന്നെ പൂച്ചയും കാക്കയും അന്നേരം ഓടിയെത്തുമല്ലോ. ഞാൻ ഇതിനിടയ്ക്ക് മ്യാവെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ പൊടിയെന്ന് വിളിച്ചെന്ന് തോന്നുന്നു. അമ്മച്ചി ചട്ടിയെ പിച്ചാത്തിയിട്ട് പിന്നെ ഒന്നുകൂടൊന്ന് മൂർച്ച കൂട്ടിയിട്ട് തെരണ്ടി ഇറച്ചി വെട്ടുന്ന പോലെ തുണ്ടമാക്കി എടുത്ത്. മുള്ളു ഭാഗം വന്നപ്പം കട്ട് ചെയ്യാൻ ഇച്ചിരി പാട് വെട്ടെങ്കിലും മീനുകളിൽ കറി വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ പറ്റുന്നത് സ്രാവിൻ്റെയും തെരണ്ടിയുടെയും മുള്ള. മുന്നേ എന്നെ പൊടിയെന്ന് വിളിച്ചതിന് വരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയത് എന്തായാലും ഏറ്റ്. അപ്പോഴത്തേക്ക് നമ്മുടെ തെരണ്ടി എല്ലാം പീസായിട്ട് പാത്രങ്ങളിലായിട്ടുണ്ട്. കുറച്ചിന്നെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച്. എന്നിട്ട് അമ്മച്ചി അടുത്ത മീൻ വെട്ടിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്കപ്പോഴത്തേക്ക് തെരണ്ടി കറി വെക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായപ്പം കടുകടാന്ന് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞങ്ങോട്ട് ഇട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇടാം. എന്നിട്ട് നമുക്കതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പുളിക്ക് കുടംപുളി, ഉപ്പിനുപ്പും ഇട്ട് കൊടുക്കാം. കറി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തെരണ്ടി കഷ്ണങ്ങളെല്ലാം പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെരണ്ടിക്കറി ഇവിടെ റെഡി. ഈ തെരണ്ടിയൊക്കെ കറി വെച്ചാൽ ഒന്നീ ഉച്ചയ്ക്ക് കറി വെച്ചിട്ട് രാത്രി എടുത്ത് കൂട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് കറി വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടണം. അപ്പോൾ ഇതിനകത്ത് ഈ പുളിയും മുളകും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിങ്ങനെ ഇറങ്ങിയിരിക്കും. അന്നേരമാണ് ഇതിനൊന്നുകൂടെ രുചി കൂടുന്നത്. പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തൊന്നുമില്ല. പിന്നെ ചോറിന് കൂട്ടാൻ കറി വേണ്ടേ. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും പിന്നെ കുറച്ച് അവിയലും പിന്നെ അതിൻ്റെ കൂടി തെരണ്ടിക്കറി പുളിയും മുളകും വെച്ച കറിയും പിന്നെ കൂട്ടിന് ഇച്ചിരി നാരങ്ങ വെള്ളക്കിട്ട അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇന്ന് ഉച്ചക്കലത്തെ ഊണ് കെങ്കേമമാക്കി.